ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടിക് ടാക് ബ്യൂട്ടി ക്രിയേഷനിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 3 തരത്തിലുള്ള പോക്കറ്റുകൾ തയ്ക്കാൻ പഠിക്കാം. അത് ഈസി മെത്തേഡിൽ തന്നെ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് നമ്മുടെ വീട്ടിലൊക്കെ നോട്ട്ബുക്സിൻ്റെ പുറം പേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോക്ലേറ്റ് വാങ്ങിക്കുന്നതിൻ്റെ പെട്ടികളോ എടുത്ത് നമ്മൾക്കിതുപോലെ സൂക്ഷിച്ച് വെച്ചാൽ നമുക്കിതിൽ പോക്കറ്റുകൾ വെട്ടി വെക്കാം കറക്റ്റായിട്ട്. എല്ലാ പോക്കറ്റുകളും ഓൾമോസ്റ്റ് സെയിം അളവ് തന്നെ ആയിരിക്കും. നൈറ്റിക്ക് ഒക്കെ ആണെങ്കിലും ഇച്ചിരി വലിപ്പമുള്ള പോക്കറ്റാണെങ്കിലും കുഴപ്പമില്ല. അപ്പം നമ്മൾ പോക്കറ്റുകൾ എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇത് ഓരോ ഷേപ്പിലുള്ളത് നമുക്ക് ഇവിടെ ഇന്ന് കാണിക്കുന്ന 3 ടൈപ്പ്, ഒന്ന് റൗണ്ട്, ഒന്ന് ചെറുതായിട്ട് സൈഡ് സ്ക്വയർ പോലെ വന്നിട്ട്, ഒന്ന് ഫുള്ളി സ്ക്വയർ ആയിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ 3 ടൈപ്പിലുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് എത്രയാണ് വീതി എന്ന് സാധാരണ 5.5 മുതൽ 6 വരെയാണ് വീതി എടുക്കുന്നതും. അതിൻ്റെ പടിക്ക് എടുക്കാനായിട്ട് 1 ഇഞ്ചും, അതിൻ്റെ ലെന്തെന്ന് ഒരു പോക്കറ്റിൻ്റെ ലെന്തെന്ന് പറയുന്നത് 6 ഇഞ്ചോ 6.5 ഇഞ്ചോ ആണ് സാധാരണ എടുക്കുന്നത്. അപ്പം അത് നമ്മുടെ സൗകര്യം പോലെ ചെയ്യുക. ഷേപ്പ് ആണെങ്കിലും നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയൊക്കെ ചെയ്യാം. സാധാരണ ഈ ഷേപ്പ് ചെയ്യാറുണ്ട്, പിന്നെ റൗണ്ട് ഷേപ്പ് ചെയ്യാറുണ്ട്, പിന്നെ സ്ക്വയർ ഷേപ്പായി ഇങ്ങനെ വെട്ടി നമ്മൾ വെച്ചാൽ നമുക്ക് എളുപ്പമാണ് തയ്ക്കാൻ. പിന്നെ തുണിയുടെ പീസ് വെട്ടിയെടുക്കാനും അത് പ്രത്യേകിച്ച് ബിഗിനേഴ്സിനൊക്കെ തയ്ക്കാനായിട്ട് എളുപ്പമാണ് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ. ഇതിൻ്റെ ഈ 2 സൈഡ് എടുക്കുന്ന 1.5 ഇഞ്ച് അകലമാണ് ഈ കാണിച്ചിരിക്കുന്നത്. 1.5 ഇഞ്ച് അകലത്തിലാണ്. ഇതാണ് റൗണ്ട് ഷേപ്പിലാണ്. അതിൻ്റെ ലെന്ത് 6 ഇഞ്ചും വിഡ്ത്ത് 5.5 ഇഞ്ചുമാണ് ഇതിൻ്റെ. ഇതേപോലെ നമുക്ക് പോക്കറ്റുകൾ വെട്ടി വെച്ചാൽ എളുപ്പമായിരിക്കും തയ്ക്കാനായിട്ട്. ആ മേളത്തെ വര വന്നിരിക്കുന്ന 1 ഇഞ്ചാണ്. 1 ഇഞ്ച് നമ്മൾ വെട്ടിയെടുക്കും. പോക്കറ്റിൻ്റെ കറക്റ്റ് എത്ര 6 ഇഞ്ചാണെങ്കിൽ 6 ഇഞ്ചിൽ നിന്ന് 2 ഇഞ്ച് കൂടെ കൂട്ടണം. കാരണം 2 മടക്കിട്ട് വേണം നമ്മൾ അതിൻ്റെ പടി അടിക്കാൻ. കാരണം ഇച്ചിരി കട്ടിക്ക് നിൽക്കണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ പോക്കറ്റിനൊരു സ്ട്രെങ്തായിട്ടൊരു പോക്കറ്റ് നിൽക്കുകയില്ല. സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഡബിൾ ലെയർ ഇട്ട് വേണം തയ്ക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ അതിനാവശ്യമുള്ള എത്ര വലിപ്പം എന്ന് വെച്ചാൽ ആ വലിപ്പത്തിൽ തുണി കട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ കട്ട് ചെയ്ത് കാണിക്കാം. നമ്മളത് എന്നിട്ട് അയൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ആ പൊസിഷനിൽ തന്നെ ഇരിക്കും. നമുക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാനും പറ്റും. ഓക്കെ, ഇതെനിക്ക് ഇവിടെ നൈറ്റിയുടെ ഒരു വെട്ട് പീസാണുള്ളത്. ഇച്ചിരൂടെ വലിപ്പത്തിലുള്ള തുണി എടുക്കണം, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എൻ്റെ കയ്യിൽ അത്രയും വലിപ്പമുള്ള തുണി അവൈലബിൾ ഇല്ല. ബ്രാൻഡ് ബാഗ്സ് വെച്ചിട്ട് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഈ പോക്കറ്റിൻ്റെ ഈ കാർട്ടൂൺ വെട്ടിയില്ലേ, അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വരച്ചെടുത്താലും നമുക്ക് വേണ്ട. സിമ്പിളായിട്ടൊന്ന് ജസ്റ്റ് ബിഗിനേഴ്സിന് തയ്ച്ച് വെച്ചാൽ നൈറ്റിയിലാണെങ്കിലും ഏത് ഉടുപ്പിലാണെങ്കിലും തയ്ക്കാനായിട്ട് പറ്റും എളുപ്പത്തിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ മാറാതെ ഷേപ്പ് മാറാതെ ചെയ്യാനായിട്ട് പറ്റും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതില്ല ബിഗിനേഴ്സിനാണേലും അല്ലാത്തവർക്കാണേലും എപ്പോഴും ഇങ്ങനെ ചെയ്താൽ വളരെ എളുപ്പമായിരിക്കും തയ്ക്കാനായിട്ട്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. ചാനൽ കാണുന്നവരൊന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ. അതോടൊപ്പം തന്നെ ഒരു കമൻറ്റും ഇട്ടേക്കണം. ലൈക്ക് ഇട്ടാൽ മാത്രമേ എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പിക്ചറിൽ കാണുന്നവർ നമ്മൾ ആദ്യം ഒന്ന് മടക്കി തയ്ക്കാൻ പറ്റുന്നവർക്ക് മടക്കി അങ്ങനെ അങ്ങ് തയ്ക്കുക. അല്ലാത്തവർക്ക് അതിൻ്റെ ചോക്കെടുത്തൊന്ന് വരച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ചോക്കിൽ വരച്ചിരിക്കുന്ന അതുവഴി ചോക്കെടുത്ത് വരച്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് വഴി നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും.
ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രം വിട്ടാൽ മതി. ഇതിപ്പോൾ മേളത്തെ പടിയാണ്, ആ പടി 1 ഇഞ്ച് നമ്മൾ അടിച്ചെടുക്കുകയാണ്. അങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം ഞാനിത് ഒരു ചോക്ക് നിന്ന് വരയ്ക്കുകയാണ്. കാരണം ഇതിന് തയ്യൽ തുമ്പ് അധികം ഇല്ലാത്തത് കൊണ്ട് മടക്കി വരുമ്പോൾ ഷേപ്പിന് വ്യത്യാസം വരും. എല്ലാ സൈഡും ഒരേപോലെ ഇരിക്കണം, പ്രത്യേകിച്ച് ആ താഴ്ഭാഗം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ ഒരു മോഡൽ വെട്ടി വെച്ചാൽ നമുക്ക് എളുപ്പമല്ലേ തയ്ക്കാനായിട്ട്. അതുപോലെ നൈറ്റിയുടെയൊക്കെ ആണെങ്കിൽ ഇതുപോലെ മോഡലൊക്കെ ഒരു സ്മോള്, ലാർജ് XL, XXL, XXL ഇങ്ങനെ അതിൻ്റെ എല്ലാം ഒരേ അളവുകളായിരിക്കും ഓൾമോസ്റ്റ്. പിന്നെ ഇറക്കവും മാത്രമേ ഉള്ളൂ ഇത്തിരി വ്യത്യാസം വരുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ തയ്യക്കാർക്കൊക്കെ എളുപ്പമായിരിക്കും തയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ആദ്യം ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഒന്ന് ലോങ് സ്റ്റിച്ച് ഇട്ട് തയ്ക്കുകയാണെങ്കിൽ അത് നൈറ്റിയിലോട്ട് അടിച്ച് വെച്ചിട്ട് ആ ലോങ് സ്റ്റിച്ച് ഇട്ട് അങ്ങ് നമുക്ക് വെട്ടിക്കളയാവുന്നതേ ഉള്ളൂ. കണ്ടോ, ഇപ്പോൾ നമ്മളങ്ങനെ തയ്ച്ച് കഴിഞ്ഞു. ഇനി അടുത്ത റൗണ്ട് ഷേപ്പിലുള്ളതായ പോക്കറ്റ് നമുക്ക് തയ്ക്കാൻ ശ്രമിക്കാമേ. റൗണ്ട് ഷേപ്പിലുള്ളത് നമ്മളതുപോലെ വരച്ചിട്ട് തയ്ക്കുകയാണ്. വരയ്ക്കുന്നതിൻ്റെ അതേ ഇതിൽ കൂടെ തന്നെ, ആ മാർക്കിങ്ങിൽ കൂടെ തന്നെ നമ്മൾ മടക്കി കൊടുത്താൽ മതി സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത്. വളരെ എളുപ്പമായിരിക്കും. ഈ വീഡിയോ കാണുന്നത് പോലെ ചെയ്യണം ഈ പോക്കറ്റ്. കാരണം മറ്റേ പോക്കറ്റ് പോലെ സ്ക്വയറല്ലല്ലോ, റൗണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ അടിഭാഗത്തൊക്കെ വളച്ച് തയ്ക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതുകൊണ്ട് നമ്മളതൊക്കെ ആ എഡ്ജൊന്ന് ചരിച്ച് വെട്ടി കൊടുക്കുകയാണേ. വരയിലോട്ട് കയറരുത്, കയറാതെ തന്നെ വെട്ടണേ. ആദ്യം ഒന്ന് 1 ഇഞ്ചോളം അകത്തേക്ക് മടക്കി, പിന്നെ ഒന്നുകൂടെ മാറ്റി ഒരു സ്റ്റിച്ച് കൊടുക്കുന്നു. ആ മടക്കിയ ഭാഗത്ത് ചിലപ്പോൾ നമുക്ക് 4 സ്റ്റിച്ചോ ഒക്കെ കൊടുക്കാം. നമ്മുടെ ഇഷ്ടമനുസരിച്ച്, ഐഡിയ അനുസരിച്ച് ത്രെഡൊക്കെ ആ സെയിം കളർ വേണമെന്നില്ല ചേഞ്ച് ചെയ്തിട്ടൊക്കെ വളച്ചും സിക്സാഗ് മോഡലൊക്കെ തയ്ക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ചെറുതായിട്ട് ആ വളച്ചൊക്കെ എടുക്കുന്നിടത്ത് വളരെ സ്ലോയിൽ വേണം. അതുപോലെ പോക്കറ്റിൻ്റെ തുണി ഒരിക്കലും വലിക്കാൻ പാടില്ല. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, മറക്കാതെ ലൈക്ക് ചെയ്യണേ. സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ ലൈക്ക് ചെയ്താൽ പിന്നെ പ്രശ്നമില്ലല്ലോ. എൻ്റെ നൈറ്റികളൊക്കെ ആവശ്യമുള്ളവരൊന്ന് ഞാനിതിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്യണേ. അങ്ങനെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം വീഡിയോ വായിച്ചതിൽ ഒത്തിരി താങ്ക് യു വെരി മച്ച്. സ്ക്വയർ ഷേപ്പിലുള്ളത് തയ്ക്കാനായിട്ട് തുണി തികയില്ല. അതെല്ലാവർക്കും ഈസി ആയിരിക്കും. എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അഭിപ്രായങ്ങളൂടെ അറിയിക്കണേ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.